ഇന്നൊരു അടിപൊളി മധുര സ്പെഷ്യൽ ചട്നിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ, ഇഡ്ഡലിയുടെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെ കഴിക്കാനും. ഇതിന് പിന്നെ തേങ്ങയൊന്നും അരയ്ക്കേണ്ട. അതപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 വെളുത്തുള്ളി, 3-4 പച്ചമുളക്, ഒരു 2 മീഡിയം സൈസ് സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴന്ന് വരെയൊന്നും വേണ്ട, ചെറുതായിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് മതി കേട്ടോ. നമ്മുടെ സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പൊട്ടുകടലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വറുത്തതാണ്, അതോടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ പീസ് പുളി, പിന്നെ കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതേ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്. ഇത് പൊട്ടിയതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കൊച്ചുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്തെടുക്കാം. ഇതൊന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, ചട്നി, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ പോരായ്ക ഉണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ വെച്ച വെള്ളവും ചൂടുവെള്ളമായിരുന്നു കേട്ടോ. എന്നിട്ട് ഒന്ന് പതുക്കെ തിള വന്നാൽ മതി. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നിക്ക്. ഇത് മാത്രം മതി കേട്ടോ നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ കുറച്ച് ഇഡ്ഡലിയും കൂടി ആവിയായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല പൊളിച്ച് പൊന്തി തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ ഇഡ്ഡലി പുഴുങ്ങിയെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവിയായിട്ട് എടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇഡ്ഡലിയൊക്കെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ചട്നിയും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചട്നിക്ക്. അപ്പോൾ തേങ്ങയൊന്നും അരയ്ക്കാത്ത സൂപ്പർ ചട്നി. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.